എവ്രിവൺ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെയ്യുന്ന ഒരു കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്യുന്ന കോഴ്സ് സെൻ ആൻഡ് ABA ഡിപ്ലോമയാണ് കേട്ടോ. സെൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സും അപ്ലൈഡ് ബിഹേവിയർ അനാലിസിസ് ആണ് ABA. അതിൻ്റെ ഡിപ്ലോമയാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, ചെയ്യുന്നത് ഇവിടുത്തെ ദുബായിലുള്ള നാഷണൽ അക്കാഡമിയിൽ നിന്നാണ്. 1200 dirhams ആണ് അതിൻ്റെ ഫീസ് വരുന്നത്. 2 ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമുക്ക് പേ ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്താണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പറയാം. ക്ലാസ്സുകൾ വരുന്നത് സാറ്റർഡേയ്സിലായിരിക്കും. 2 ഷിഫ്റ്റായിട്ടായിരിക്കും ക്ലാസ്സുകൾ വരുന്നത്. ഒന്ന് മോർണിംഗും ഒന്ന് ആഫ്റ്റർനൂണും ആയിരിക്കും. മോർണിംഗ് ABAയുടെ ക്ലാസ്സും ആഫ്റ്റർനൂൺ സെന്നിൻ്റെ ക്ലാസ്സും ആയിരിക്കും UAE ടൈമിങ് വരുന്നത് കേട്ടോ. മോർണിംഗ് എന്ന് പറയുമ്പം 7:30 തൊട്ട് 9 വരെ ആയിരിക്കും ഫസ്റ്റ് സെഷൻ ABAയുടേത് വരിക. അതിനുശേഷം രണ്ടാമത്തെ സെഷൻ 12:30 to 2 ആണ് വരുന്നത്. പിന്നെ ക്ലാസ്സസ് എടുക്കുന്നത് ഇതിൽ തന്നെ PhD ഉള്ളവരും ഒക്കെയാണ് ക്ലാസ്സസ് എടുക്കുന്നത്. അത് തന്നെയുമല്ല, ABAയുടെ ക്ലാസ്സസ് വരുന്നത് 6 വീക്സും സെന്നിൻ്റെ ക്ലാസ്സസ് വരുന്നത് 9 വീക്സുമാണ് കേട്ടോ. അതിനൊപ്പം നമുക്ക് ഈ ഒരു ഡ്യൂറേഷനിൽ നമുക്ക് അവരുടെ നോട്ടും കാര്യങ്ങളും എല്ലാം ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. നമുക്കൊരു വെബ്സൈറ്റ് അവരുടെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടാവും. അതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ട്സും കാര്യങ്ങളും എല്ലാം തന്നെ കിട്ടും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ലെക്ചർ നോട്ട്സ് തന്നെ നമുക്ക് എഴുതിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ കോഴ്സ് എന്തിനാണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, BEd എടുത്തിട്ട് വന്ന ഒരാൾ എന്തിനാണ് സെൻ കോഴ്സ് അല്ലെങ്കിൽ എന്തിനാണ് ABA ചെയ്യുന്നത്? ഇത് ജസ്റ്റ് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ടീച്ചർ എന്ന നിലയിലല്ലാതെ തന്നെ പേരൻസിനാണെങ്കിൽ പോലും, സ്പെഷ്യൽ കുഞ്ഞുങ്ങൾ, ഗിഫ്റ്റഡ് ആൻഡ് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളുള്ള പേരൻസിന് വളരെ ഇഫക്റ്റീവാണ്. ഡൗൺ സിൻഡ്രോം, ഓട്ടിസം പോലുള്ള കുഞ്ഞുങ്ങൾക്ക് അവരെ എങ്ങനെ നമുക്ക് ട്രെയിൻ ചെയ്യാം, അവരുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും എങ്ങനെ മനസ്സിലാക്കാം, അതനുസരിച്ചിട്ട് അവർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം. ഇനി ഇതൊന്നും വളരെ വിസിബിൾ അല്ലാത്ത ചില കുഞ്ഞുങ്ങളിൽ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷണൽ നീഡ്സ് കാണും. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങളെന്ന് പറഞ്ഞത് വേറൊന്നും വിചാരിക്കേണ്ട, ചെറിയ ചെറിയ കാര്യങ്ങളല്ല, അത് വലിയ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഞാൻ ചെറിയതെന്ന് പറഞ്ഞത് കൊണ്ട് ഇനി അതൊരു ചെറിയ കാര്യമാണോ എന്ന് തിങ്ക് ചെയ്യേണ്ട. കാരണം ഓരോ കുഞ്ഞുങ്ങളും ഡിഫറെൻ്റ്ലി ടാലൻറ്റഡ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മോണിറ്ററിങ് അല്ലെങ്കിൽ മെൻറ്ററിങ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോയിൽ ചെയ്യുക തന്നെയാണ് കേട്ടോ കുട്ടികളെ. ചില കുട്ടികൾ പഠിക്കില്ല, അവർക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ ഡിഫിക്കൽറ്റി തന്നെയാണ്. അതനുസരിച്ചിട്ട് അവരെ ട്രെയിൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ഇതിനകത്തിലെ ഉദ്യമം എന്ന് പറയുന്നത്. സോ പേരൻസിനും ജോയിൻ ചെയ്യാവുന്നതാണ്. വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു കോഴ്സാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ, ഐ വിൽ ഷെയർ ഇറ്റ്.